ക്രിസ്തുവിലേവർക്കും സ്നേഹാവന്ദനം. ഏതൊക്കെ സ്വന്തമാസ്മാർത്ഥമായ വനസഖ്യം ക്രമീകരിച്ചിരിക്കുന്ന ലെന്റ് ഡോഷിലേക്ക് എന്നെയും കൂടെ ചേർത്ത് നിർത്തിയതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. ഇന്നത്തെ ആത്മനേരത്തെ ഇന്ത്യക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം ഹോശേയ-പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങളാണ്. യെശയ്യാ-പ്രവാചകന്റെ സമകാലീനായി പ്രവർത്തിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന ഹോശേയ-പ്രവാചകൻ നമ്മുടെ ആശ്വാസപ്രദനായ മുറിവുകളെ കെട്ടുന്ന സൗഖ്യം നൽകുന്ന ക്രിസ്തുവിലുള്ള അകലം പരമാവധി കുറയ്ക്കുവാനുള്ള ആഹ്വാനമാണ് ഹോശേയ-പ്രവാചകൻ ഇവിടെ ഈ അധ്യായത്തിൽ നൽകുന്നത്. നമ്മുടെ ജീവിതത്തെ അനുതാപത്തോടും വിനയത്തോടും യാഥാർത്ഥ്യബോധത്തോടും പുനർചിന്തനം ചെയ്യുവാനുള്ള ഒരു സമയമാണ് ഈ നോമ്പിന്റെ കാലഘട്ടം. നോമ്പ് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ആഴവും അർത്ഥവും പകരുന്ന ബലിപീഠങ്ങളായി മാറണം. ഹോശേയ-പ്രവാചകൻ ഇവിടെ പറയുന്നത് മുറിവേൽക്കപ്പെട്ടവരുടെയും മടങ്ങിവരവും സൗഖ്യവുമാണ് പ്രവാചകന്റെ പ്രതീക്ഷ. അറ്റുപോയ ബന്ധങ്ങളെ തിരികെ കൊണ്ടുവരണമെന്ന് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആത്മീയ ജീവിതത്തിന്റെ ഉയർച്ചയും വളർച്ചയുമാണ് നോമ്പിന്റെ ലക്ഷ്യവും. അത് നമ്മെ നന്മയിലേക്കും നിർമ്മതയിലേക്കും നയിക്കുന്ന അനുഭവങ്ങളായി തീരണം. ശരീരത്തിനും മനസ്സിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ചകളും ക്ഷതങ്ങളും ക്ഷീണവും പരിഹരിച്ച് ഈ ജീവിതയാത്ര കൂടുതൽ വ്യക്തതയോടും ശക്തിയോടും കൂടെ മുന്നേറുവാനുള്ള നങ്കൂരം ആകണം നോമ്പിന്റെ നാളുകൾ. കണ്ണും അടച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളിൽ മാത്രമല്ല, കൺമുന്നിൽ ഉള്ള മനുഷ്യരോടുള്ള പെരുമാറ്റത്തിന്റെയും സൽപ്രവൃത്തികളുമാണ് നമ്മുടെ കരുണ നിറയേണ്ടുന്നത്. ആയതിനാൽ പ്രാർത്ഥനയ്ക്കൊപ്പം വിശ്വാസവും പ്രവൃത്തിയും കൂടി ചേരുമ്പോഴാണ് ഭക്തിയും വിശ്വാസവും കരുണയുമൊക്കെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതെന്ന് നാം മനസ്സിലാക്കുന്നു. പൂവിൽ തേനുണ്ടെന്ന് കരുതി അത് മധുരിക്കണമെന്നില്ല. നമ്മുടെ വാക്കുകളിൽ തേനുണ്ടെങ്കിലും പ്രവൃത്തിയിൽ പലപ്പോഴും അത് കാണണമെന്നില്ല. നോമ്പിന്റെ ഈ കാലഘട്ടത്തിലേക്ക് ചേർന്ന് നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ നോമ്പ് മൂലം ഒരു രൂപാന്തരം ഉണ്ടാകണം. ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സാധിക്കണം. അല്ലാതെ ഇത് മറ്റുള്ളവരെ ക്രമപ്പെടുത്തുന്ന ഒരു ഉപാധിയായി മാറരുത്. മറിച്ച് വിശ്വാസത്തോടുകൂടിയുള്ള പ്രവർത്തനം ആകണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാവും കണ്ണും ചെവിയുമൊക്കെ നമ്മുടെ വിശ്വാസത്തോടൊപ്പം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. നാവ് പറയുവാനുള്ളതാണ്, എന്നാൽ മനസ്സിൽ തോന്നുന്നത് എല്ലാം വിളിച്ചു പറയരുത്. കണ്ണ് കാണുവാനുള്ളതാണ്, എന്നാൽ കണ്ട കാഴ്ചകൾ എല്ലാം കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കരുത്. ചെവി കേൾക്കുവാനുള്ളതാണ്, എന്നാൽ കേട്ടത് എല്ലാം സത്യം ആവണമെന്നില്ല. അനുകമ്പയില്ലാത്ത കരുണയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. എന്നാൽ വിശ്വാസവും കരുണയും പ്രവൃത്തിയിലുണ്ടാവുകയും ആ വിശ്വാസത്തിൽ നമുക്ക് രക്ഷ പ്രാപിക്കാനും ആകും. നമ്മുടെ സൽപ്രവൃത്തിയാൽ വിശ്വാസം ബലപ്പെട്ട് വരുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നാവിനെയും കണ്ണിനെയും ചെവിയെയും ഒക്കെ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നിയന്ത്രിക്കുന്നതിനും ക്രമപ്പെടുത്തുന്നതിനുമുള്ള തുടക്കത്തിന്റെ നാളുകളായി ഈ അവസരം ആയിത്തീരണം. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.